നമസ്തേ. ജനാധിപത്യ മൂല്യങ്ങൾക്ക് കരുത്തേകി ABVP 40ാമത് സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ എളമക്കര സരസ്വതി വിദ്യാനികേതൻ ഗ്രൗണ്ടിൽ ജനുവരി 3 നടക്കുന്ന പ്രൗഢോജ്വലമായ ചടങ്ങ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ABVP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. വിദ്യാർത്ഥി സമൂഹത്തിന് ദേശബോധത്തിന്റെ ദിശാദർശനം നൽകിയ പ്രസ്ഥാനമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ ABVP. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതം നേരിട്ട വെല്ലുവിളികളിൽ ഭാരതത്തിന് കരുത്തു പകർന്നുകൊണ്ട് ത്യാഗോജ്വലമായ സാമൂഹിക നവോത്ഥാന ഇതിഹാസങ്ങൾ രചിച്ച് ഭാരതീയ വിദ്യാർത്ഥി സമൂഹത്തിൽ സാന്നിധ്യമായി തീർന്നിരിക്കുകയാണ് ABVP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം. ഭാരതത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനികളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ദേശീയ ചിന്താധാരയിലേക്ക് നയിക്കുന്ന ABVPയുടെ പ്രവർത്തനം 1960കളിലാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. സാമൂഹിക നവോത്ഥാനത്തിന്റെ ആവേശോജ്വലമായ ചരിത്രമുള്ള സമരഭൂമിയാണ് നമ്മുടെ കേരളം. അയ്യൻകാളിയും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നി നടത്തിയ സാമൂഹിക പരിഷ്കാരങ്ങൾ കേരളത്തിലെ ജനസമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെയും ദേശീയ ചിന്താഗതികളുടെയും തുടർച്ചയാണ് ഇക്കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായുള്ള ABVPയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ. ABVPയുടെ 40ാം സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ജനുവരി 3, 4, 5 തീയതികളിൽ എറണാകുളത്ത് എളമക്കരയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. ABVPയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഈ 40ാം സംസ്ഥാന സമ്മേളനം. ഭാരതത്തിൻ്റെ ഭരണഘടനയെ തച്ചുടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50ാം വാർഷികമാണ് 2025 വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട തീമുകൾ മുന്നോട്ട് വച്ചിട്ടാണ് ഈ സംസ്ഥാന സമ്മേളനവുമായിട്ട് ABVP മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ABVPയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായ വീരേന്ദ്ര സോളങ്കിജി ഉൾപ്പെടെയുള്ള ABVPയുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ ഈ സമ്മേളനത്തിൽ അതിഥികളായി എത്തും. അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ABVPയെ നയിച്ചിട്ടുള്ള ഇന്നത്തെ ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള സാറും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മളോടൊപ്പം ഉണ്ടാവും. ഈ സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമയത്ത് 3 വ്യത്യസ്ത വിഷയങ്ങളുള്ള പ്രമേയം, ഒന്ന് വിദ്യാഭ്യാസ വിഷയവും സാമൂഹ്യ വിഷയവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും, അതോടൊപ്പം തന്നെ പൊതുസമ്മേളനവും റാലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ABVPയുടെ 40ാം സംസ്ഥാന സമ്മേളനത്തിൽ 1000-ൽ പരം വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നത്. ABVPയുടെ യൂണിറ്റ് തലം തൊട്ട് ഉള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകും. ABVPയുടെ 75 വർഷത്തെ ദേഹയാത്രയ്ക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വർഷം വലിയ സമ്മേളനങ്ങൾ ABVP നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിറ്റ് ഉപരിയുള്ള ചുമതലപ്പെട്ട ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വിദ്യാർത്ഥി, ഇന്നത്തെ പൗരൻ എന്ന മഹത്തായ കാഴ്ചപ്പാടാണ് ഭാരതീയ വിദ്യാർത്ഥി സമൂഹത്തിൽ ABVP വളർത്തിയെടുക്കുന്നത്. കലാലയങ്ങളിലെ ദേശീയതയുടെ വിദ്യാർത്ഥി ശക്തിയാണ് രാഷ്ട്രത്തിന്റെ ശക്തി. ഭാരതത്തിന്റെ ജനാധിപത്യത്തെ കൽത്തുറങ്കിൽ അടച്ച അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾക്ക് 50 വർഷങ്ങൾ തികയുന്ന ഈ പശ്ചാത്തലത്തിൽ കരുത്തേകാം ജനാധിപത്യ മൂല്യങ്ങൾക്ക്, അണിചേരാം ദേശീയ വിദ്യാർത്ഥി ധാരയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ABVP സംസ്ഥാന സമ്മേളനം നടത്തപ്പെടുന്നത്. സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണം ഹിന്ദു വിശ്വാസ് ചാനലിലൂടെ ജനുവരി 3 നിങ്ങൾക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.